പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മന്ത്രിസഭയ്ക്ക് പുതുമുഖം. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. രാജ്ഭവന് പുറത്ത് പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞ. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും കുടുംബസമേതമാണ് സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. ആദ്യം രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പിന്നീട് കെ ബി ഗണേഷ് കുമാറും സത്യവാചകം ചൊല്ലി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കെ ബി ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ, സ്ഥാനമൊഴിഞ്ഞ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ, മറ്റ് ഇടതുമുന്നണി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുക്കും. VN വാസവനായിരിക്കും തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുക. പകരം രജിസ്ട്രേഷൻ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് നൽകും. ഏത് വകുപ്പ് ലഭിച്ചാലും നീതി പുലർത്തുമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഔദ്യോഗികമായി അതിന്റെ വിവരങ്ങൾ കിട്ടിയില്ല. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടുള്ളൂ. ഏത് വകുപ്പായിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്ന ഏത് വകുപ്പും ആ വകുപ്പിനോട് പൂർണ്ണമായി നീതി കാണിക്കുക, വിശ്വാസ്യത, സത്യസന്ധത, പ്രതിബദ്ധത ഇതെല്ലാം പുലർത്തുക എന്നുള്ളതാണ് എളിയ എൻ്റെ കഴിവുകൾ. ഏത് വകുപ്പിനായിരുന്നു പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അംഗീകരിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ല. അംഗീകരിക്കപ്പെട്ടതും നിയമവിധേയമായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം. ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പ് ലഭിക്കും. KSRTCയുടെ സർവീസ് മെച്ചപ്പെടുത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗണേഷ് കുമാറും പ്രതികരിച്ചു. പരമാവധി ലാഭത്തിലൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ അതിൻ്റെ ഒരു അപകടസ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. യൂണിയനുകളും എന്നോട് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഓട്ടോമൊബൈൽ കാര്യങ്ങളെക്കുറിച്ച്, എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഒരു ടേസ്റ്റുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പോലെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ, പിന്നെ ഞാനൊന്നും വെച്ച് താമസിക്കാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് ചെയ്യും. കാരണം റിസൾട്ട് വർഷമേ ഉള്ളൂ. 2.5 വർഷത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് സൽപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. വിവരങ്ങളുമായി VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, തുറമുഖ വകുപ്പ് CPIM ഏറ്റെടുത്തത് ഏത് സാഹചര്യത്തിലാണ്? സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 2 മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? വേണു, ഇത് സംബന്ധിച്ച നേരത്തെ വലിയ ചർച്ചയൊന്നും നടന്നിരുന്നില്ല. കാരണം ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള കോൺഗ്രസ് ബിയുടെ കത്തിനെ കുറിച്ചായിരുന്നു. കാരണം ഇതിൽ CPIM ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന സിനിമാ വകുപ്പ് കൂടി കേരള കോൺഗ്രസ് ബി ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യമാണ് ഇന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത്. ഇതിൽ ഈ സിനിമാ വകുപ്പ് വിട്ടുകൊടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്കെത്തി. മുൻഗാമികളായ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് കെ ബി ഗണേഷ് കുമാറിനും, അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും എന്ന ഒരു പൊതു നിലപാടിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴും അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണ് ഇതെല്ലാം. എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ വകുപ്പ് മാറ്റം എന്ന സൂചനകൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അതായത് വിഴിഞ്ഞം ഒരു സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയാണ്. ഇത് പൂർത്തിയാകുന്നതിന് ഇനി മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വിഴിഞ്ഞം വാണിജ്യാടിസ്ഥാനത്തിൽ കമ്മീഷൻ ചെയ്യുന്നത് 2024 ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ എന്നാണ്
സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിന് നയപരമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. ഇതിന് പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട്. ഇപ്പോൾ പാറ ലഭിക്കുന്ന അടക്കമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ പാറ കൊണ്ടുവന്ന് ഈ വിഴിഞ്ഞത്തിന്റെ നിർമ്മാണം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ നയപരമായ ചില കാര്യങ്ങൾ, തീരുമാനങ്ങൾ പാർട്ടിയുടെയും മുന്നണിയുടെയും ആവശ്യമായി വരും. സർക്കാരിനും ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കേണ്ടി വരും. അതുകൊണ്ട് CPM തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യട്ടെ എന്ന നിലയിലേക്ക് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുറമുഖ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് VN വാസവൻ കൈകാര്യം ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ വകുപ്പ് ഇപ്പോൾ രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് വിട്ടുനടക്കുന്നതിനുള്ള ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഏതായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ VN വാസവൻ തന്നെയാകും തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യുക. കാരണം 2024 ഈ പദ്ധതി മെയ് മാസത്തിൽ തന്നെ. ശരി, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ഗവർണറുടെ അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. ഗണേഷ് കുമാറിന് ഗതാഗതം, മോട്ടോർ വെഹിക്കിൾ, ജലഗതാഗതം എന്നീ വകുപ്പുകളാണ് ഉള്ളത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകളും. VN വാസവന് സഹകരണത്തിന് പുറമെ തുറമുഖ വകുപ്പ് കൂടി നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് വകുപ്പുകളുടെ മാറ്റം. അതിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. പരസ്പരം മുഖം കൊടുക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തിയെങ്കിലും പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ മുഖ്യമന്ത്രിയും ഗവർണറും. വാക്പോരുകൊണ്ട് പോർമുഖം തുറന്ന ഇരുവരും വേദി പങ്കിടുമ്പോൾ മഞ്ഞുരുക്കത്തിന്റെ സാധ്യത പലരും മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. രാജ്ഭവനിലെ വേദിയിൽ കനപ്പിച്ച മുഖവുമായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനുമാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രങ്ങളായത്. നാളുകൾക്ക് ശേഷം ഒരേ വേദിയിലെത്തിയിട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാനോ മുഖത്തോട് മുഖം നോക്കാനോ മുഖ്യമന്ത്രിയും ഗവർണറും തയ്യാറായില്ല. Sri Ramachandran Kadnapalli and Sri K.B. Ganesh Kumar, ministers designate, are present to take the oaths of office in secrecy. 6 മിനിറ്റ് വേദി പങ്കിട്ടിട്ടും മഞ്ഞുരുക്കത്തിന്റെ സൂചന നൽകുന്ന ശരീരഭാഷ പോലും ഇരുകൂട്ടരിൽ നിന്നുമുണ്ടായില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രിക്കടുത്തുകൂടി ഗവർണർ നടന്നുപോയി. ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും സമവായമില്ലെന്ന് പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരായ നിയമ നടപടി ഉൾപ്പെടെ സർക്കാർ ശക്തമാക്കുന്നതിനിടെയാണ് ഇരുകൂട്ടരും വേദി പങ്കിട്ടത്. എന്നാൽ വേദി പങ്കിട്ടതുകൊണ്ടോ ഒന്നിച്ച് ചായ കുടിച്ചതുകൊണ്ടോ തീരുന്നതല്ല പ്രശ്നങ്ങളെന്നാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും ഈ വിധമൊരു സമീപനം ഗവർണറും പ്രതീക്ഷിച്ചില്ലെന്നാണ് സൂചന. അതുകൊണ്ടുതന്നെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇനിയുള്ള നീക്കങ്ങളും ശ്രദ്ധേയമായിരിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇനി നിയമസഭ ചേരേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരും ഗവർണറും സ്വീകരിക്കുന്ന നിലപാടാകും അടുത്ത അരങ്ങിൽ നിഴലിക്കുക. 24 തിരുവനന്തപുരം. ഗവർണർക്കെതിരായ ഹർജി ഭേദഗതി ചെയ്ത് സംസ്ഥാന സർക്കാർ. ബില്ലുകൾ തീർപ്പാക്കുന്നതിന് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണം എന്നാണ് ആവശ്യം. ഭേദഗതി ചെയ്ത ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടിയെ സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. വിഷയത്തിൽ ഹർജി ഭേദഗതി ചെയ്യാനും സംസ്ഥാനത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഇതിന് തുടർച്ചയായാണ് സംസ്ഥാന സർക്കാർ നടപടി. ബില്ലുകളിൽ സമയബന്ധിതമായി തീരുമാനം കൈക്കൊള്ളാൻ മാർഗനിർദ്ദേശം വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ ഹർജിയിലെ മുഖ്യ ആവശ്യം. ബില്ലുകളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും സംസ്ഥാനം നിർദ്ദേശിക്കുന്നു. പുതുവത്സരാവധിക്ക് ശേഷം ചേരുമ്പോഴാകും കോടതി ഹർജി പരിഗണിക്കുക. ഹർജിക്ക് കാരണമായ 8 ബില്ലുകളിൽ 7 എണ്ണം ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പുതുവർഷത്തിൽ വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് തടഞ്ഞ് RDOയുടെ ഉത്തരവ്. പാപ്പാഞ്ഞിയെ കത്തിക്കാൻ പരേഡ് ഗ്രൗണ്ടിൽ മാത്രമാണ് അനുമതി. ഉത്തരവ് അനുസരിക്കില്ല എന്ന നിലപാടിലാണ് സംഘാടകർ. ഗവർണറും തൊപ്പിയും എന്ന പേരിൽ കാർണിവലിന് അവതരിപ്പിക്കാനിരുന്ന നാടകം തടഞ്ഞ് RDO ഉത്തരവിട്ടത് വിവാദമായതിന് പിന്നാലെയാണ് പാപ്പാഞ്ഞി കത്തിക്കുന്നതിലുള്ള വിലക്ക്. നാടകം തടഞ്ഞതിൽ പ്രതിഷേധിച്ച് DYFI RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എബിൻ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു വിലക്ക് ഏർപ്പെടുത്തുന്നത്?
വേണു, ഭരണഘടനാ പദവിയിലുള്ള പേരുകൾ ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചി RDO നടപടിയെടുത്തിരിക്കുന്നത്. ഈ ഗവർണറും തൊപ്പിയും എന്ന് പറയുന്ന നാടകം ഇന്ന് അല്പസമയത്തിനകം ഇവിടെ അരങ്ങേറാനിരുന്നതാണ്. ഇതിനെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഈ പേരുകൾ മാറ്റിക്കഴിഞ്ഞാൽ വിലക്ക് നീക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും നാടകം ഇപ്പോൾ നിർത്തിവെക്കണമെന്ന് പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സംഘാടകർ പ്രതിഷേധത്തിലാണ്. DYFI ഉൾപ്പെടെ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ച് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഘാടകർ പറയുന്നത് ഇതൊരു ജർമ്മൻ നാടകമാണ്, അതിൻ്റെ ഒരു മലയാള സാക്ഷാത്കാരം മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഭരണഘടനയിലുള്ള ആരെയും ഇതിൽ അവഹേളിക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. വേണു, ഇനി പപ്പാഞ്ഞി കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരുടെ വിലക്കോ? പാപ്പാഞ്ഞി കത്തിക്കുന്നത് വെളി ഗ്രൗണ്ടിൽ, അതായത് പരേഡ് ഗ്രൗണ്ടിലാണ് പ്രധാനമായും പാപ്പാഞ്ഞി നടക്കുന്നത്. പക്ഷേ വെളി ഗ്രൗണ്ടിലും സമാനമായ രീതിയിൽ ഒരു പാപ്പാഞ്ഞി ഒരുക്കുകയും അവിടെയും കത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റ് ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘാടകർ. ഈ പാപ്പാഞ്ഞി അവിടെ നിന്ന് മാറ്റില്ല, കത്തിക്കുമെന്ന് തന്നെയാണ് സംഘാടകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് സോണിയാഗാന്ധി പങ്കെടുത്തേക്കും. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കെ സോണിയാഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷണം പാർട്ടിക്കല്ലെന്നും വ്യക്തികൾക്കാണെന്നും AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. അയോധ്യയും രാമക്ഷേത്രവും BJPയുടേതല്ലെന്നും അവിടെ പോകാൻ തങ്ങൾക്ക് ക്ഷണത്തിന്റെ ആവശ്യമില്ലെന്നും ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് വ്യക്തമാക്കി. സോണിയാഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന 3 നേതാക്കൾക്കാണ് ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം. വ്യക്തിപരമായ ക്ഷണം മുൻ അധ്യക്ഷ സ്വീകരിച്ചതായി മുതിർന്ന കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിഷയത്തിൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഉചിതമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പാർട്ടിക്കല്ല, വ്യക്തികൾക്കാണ് ക്ഷണം. നിങ്ങൾക്ക് ഈ ഇതിലുണ്ടാക്കി കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും കെണിയിൽ വീഴ്ത്താൻ പറ്റുമോ? ഇതാണല്ലോ ചോദ്യം. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിശാലമായ താല്പര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെന്താ ചെയ്യുന്നത്? ഒരു സർക്കാരിൻ്റെ ആഘോഷമായിട്ട്, ഒരു പാർട്ടിയുടെ ആഘോഷമായിട്ടാണോ ഇത്തരം ചടങ്ങുകൾ മാറ്റേണ്ടത്? അങ്ങനെയല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ചാനൽ എടുത്ത് നോക്കിയാൽ ഒറ്റ വിഷയമല്ലേ ഉള്ളൂ. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് നിഷേധാത്മക സമീപനം വേണ്ടെന്ന നിലപാടാണുള്ളത്. രാമക്ഷേത്രം BJPയുടെ ശ്രമഫലമായല്ല, സുപ്രീം കോടതി ഉത്തരവിലൂടെയാണ് യാഥാർത്ഥ്യമായതെന്ന് ഉത്തർപ്രദേശ് PCC വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24നോട് പറഞ്ഞു. कोर्ट के फैसले को भी सब लोग जानते हैं, उस फैसले में क्या क्या लिखा चीज़ें हैं, कई गलतियां हुई हैं, उसमें स्वीकार भी की गई हैं. तो वो कोई मंदिर ऐसा किसी व्यक्ति किसी पार्टी विशेष का होगा, ऐसा नहीं है. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും കൂടുതൽ പരസ്യ ചർച്ച വിഷയത്തിൽ വേണ്ടെന്ന ധാരണയുണ്ടായിട്ടുണ്ട്. ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം അംഗീകരിക്കുമെന്ന് പറയുമ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കൂടി പരിഗണിച്ചാകണം ആ തീരുമാനമെന്ന അഭിപ്രായമാണ് ഉത്തർപ്രദേശ് ഘടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഫലത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്ന് ഉത്തർപ്രദേശ് ഘടകം പ്രതീക്ഷിക്കുന്നു. ലക്നൌവിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം R രാധാകൃഷ്ണൻ, 24. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് തിരിച്ചറിയണമെന്ന് മുസ്ലിം ലീഗ്. പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗ് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യക്തമാക്കി. രാമക്ഷേത്രം വിഷയം ചർച്ച ചെയ്യാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗ് അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് ലീഗ് തീരുമാനം. കോൺഗ്രസ് സ്വതന്ത്രമായ നിലപാടെടുക്കട്ടെ എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MLA. ഈ സ്റ്റേജിൽ കാരണം ഓരോ പാർട്ടി എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. അത് അവർക്കൊക്കെ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനകത്ത് തീരുമാനം എടുക്കാനുള്ള നേതൃത്വമുണ്ട്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ദേശീയ തലത്തിൽ അവർക്ക് വിലയിരുത്തേണ്ടി വരും. അവരവരുടെ സ്വതന്ത്രമായ തീരുമാനം എടുക്കട്ടെ. ആരാധനാലയങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാമക്ഷേത്രം BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പമാണ് മുസ്ലിം ലീഗ് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആരാധനാലയങ്ങൾ അതെല്ലാവർക്കും വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് പള്ളി എന്ന പോലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന് ചർച്ചുകൾ, ഗുരുദ്വാരകൾ, സിഖുകാർക്ക് അങ്ങനെ ഓരോ വിഭാഗത്തിനും അവരുടെ ആരാധനാലയങ്ങൾ സുപ്രധാനമാണ്, പുണ്യമാണ്. അപ്പോൾ ആ നിലക്ക് മുസ്ലിങ്ങളും വിശ്വാസികളോടൊപ്പമാണ്, ആ വിഷയത്തിൽ വിശ്വാസികളോടൊപ്പമാണ്.
മുന്നണിയിലെ പാർട്ടികൾ തീരുമാനമെടുത്ത ശേഷം ആവശ്യമെങ്കിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ലീഗ് നിലപാട്. 24 മലപ്പുറം. അയോധ്യ വിഷയത്തിലെ കോൺഗ്രസ് സമീപനം രാഷ്ട്രീയ പാപ്പരത്തം വ്യക്തമാക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന്റെ പിന്തുണയോടെ ക്ഷേത്രം പണിയുന്നത് മതനിരപേക്ഷ രാഷ്ട്രത്തിന് യോജിച്ചതല്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് എന്നാണ് കാണാനാവുക. ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത സംഘപരിവാർ നിലപാടിലൂടെ ഉണ്ടായത്. ഇവിടെ സർക്കാരിൻ്റെ പിൻബലത്തിൽ ക്ഷേത്രം പണിയുവാനുള്ള നടപടി ഒരു മതനിരപേക്ഷ രാജ്യത്തിന് യോജിച്ച ഒന്നല്ല. അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കുമെന്ന് JDU. ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല. ക്ഷണം ലഭിച്ചാൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെപ്പറ്റി പാർട്ടി ആലോചിക്കുമെന്ന് JDU വക്താവ് KC ത്യാഗി. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ വീണ്ടും JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അധ്യക്ഷ പദവി ഒഴിയുന്നതായി അറിയിച്ച ലാലൻ സിംഗ് നിതീഷിന്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവ് ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. പാർട്ടിക്കുള്ളിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നേതൃത്വം തള്ളി. പാർട്ടിയുടെയും രാജ്യത്തിന്റെയും താൽപര്യം മുൻനിർത്തിയാണ് നിതീഷ് കുമാറിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് എന്ന് JDU ബീഹാർ അധ്യക്ഷൻ ഉമേഷ് കുശ്വാഹ പറഞ്ഞു. 2022 മോദി തന്നെ മുഖം. 2022 ലോക്സഭാ തെരഞ്ഞെടുപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുൻനിർത്തി നേരിടാൻ BJP തീരുമാനം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും നേട്ടമായി കാണിക്കുന്ന പ്രചാരണ വീഡിയോ പുറത്തിറക്കി. അയോധ്യയിൽ നാളെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവം ഒട്ടും മങ്ങലില്ലാതെ തുടരുന്നുവെന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിക്കപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. മോദി എന്ന ഒറ്റ മുഖം മാത്രം ഉയർത്തിപ്പിടിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. മോദി മുദ്രാവാക്യവുമായുള്ള പ്രചാരണ വീഡിയോ BJP പുറത്തുവിട്ടു. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും ഭരണ നേട്ടങ്ങളും ജനകീയ പദ്ധതികളും വിവരിക്കുന്നതാണ് വീഡിയോ. അയോധ്യ രാമക്ഷേത്രം തന്നെയാകും പ്രധാന പ്രചാരണ മുദ്രാവാക്യമെന്നും വീഡിയോ വ്യക്തമാക്കുന്നു. നാളെ അയോധ്യയിലെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടിയാകും തുടക്കം കുറിക്കുക. അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച വിമാനത്താവളം പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. 1450 കോടി രൂപ ചെലവിട്ടാണ് വാത്മീകി മഹർഷിയുടെ പേര് നൽകിയ വിമാനത്താവളത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയത്. അയോധ്യാധാം എന്ന് പുനർനാമകരണം ചെയ്ത റെയിൽവേ സ്റ്റേഷന്റെ പുതിയ കെട്ടിടവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 24 ഡൽഹി. നേരത്തെ പറഞ്ഞതിലൊരു വസ്തുതാപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ മുഖം മോദി തന്നെയായിരിക്കും. 2022 എന്ന് തെറ്റായി പറഞ്ഞതിൽ ഖേദിക്കുന്നു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. വിനീതയ്ക്കെതിരായ കള്ളക്കേസിൽ രോഷം ഉയരുന്നു. നവകേരള ബസിന് നേരെയുണ്ടായ ഷൂവേറ് റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത VGയെ കേസിൽപ്പെടുത്തിയതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ തുടരുന്നു. ഇടതു കേന്ദ്രങ്ങളിൽ നിന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു തുടങ്ങി. CDR ചോർത്തിയത് പോലീസിന് വലിയ തലവേദനയായി. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പോലീസ് നടപടിക്കെതിരെ
LDFിലെ പ്രബല കക്ഷിയായ CPIയുടെ ദേശീയ നേതൃത്വം തന്നെ രംഗത്ത് വന്നു എന്നതാണ് ശ്രദ്ധേയം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ പ്രതികരിച്ചു. വിനീതയുടെ കാര്യത്തിലും മറിച്ചൊരു നിലപാടില്ലെന്ന് ആനി രാജ. മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്നവരെ സർക്കാർ തെരഞ്ഞു പിടിക്കുകയാണെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. ഫോൺ വിവരങ്ങൾ ചോർത്തിയത് വലിയ തെറ്റെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യത്തിൻ്റെ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കുകയാണ്. നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്ത നടപടി അപലപനീയമാണ്, ശക്തിയായിട്ട് അപലപിക്കപ്പെടണം. പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതേസമയം DPR ചോർത്തിയ സംഭവം പോലീസിന് ഇതിനോടകം വലിയ തലവേദനയായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകയും KSU പ്രവർത്തകരും തമ്മിലുള്ള കോൾ ഡീറ്റെയിൽസ് സൈബർ ഇടങ്ങളിൽ എത്തിയതിന് പിന്നിൽ പോലീസ് സഹായം ഉണ്ടെന്നാണ് ആക്ഷേപം. 24 കൊച്ചി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ IM കുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടു. അന്തരിച്ച തമിഴ്നടനും DMDK സ്ഥാപകനുമായ വിജയകാന്തിന് വിടചൊല്ലി തമിഴകം. കോഴിക്കോട് എളേറ്റിൽ യുവാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് റോഡിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ്, 3 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. മുതലപ്പുഴയിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. പുലിമുട്ടുകളുടെ ഘടനയിൽ മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശം. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ BJP നേതാവും നടനുമായ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് KSEBയുടെ നീക്കം. റെഗുലേറ്ററി കമ്മീഷൻ ഏർപ്പെടുത്തിയ സർചാർജ് 16 പൈസയാക്കി ഉയർത്തണം. ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്തർ സംസ്ഥാന ബന്ധം സംശയിച്ച് പോലീസ്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.